ഉണ്ടെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും വി ഡി സതീശൻ. വി ഡി സതീശന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി കഴിയും. ഏതായാലും വി ഡി സതീശൻ ഒരുപക്ഷെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിന് വലിയ ഉത്തരം പറയേണ്ടതിരുന്നത് വി ഡി സതീശനാണ്. ഇതാ ഇപ്പോൾ UDF-ന്റെ കൺവീനർ, അദ്ദേഹം UDF കൺവീനർ ആയ ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ആദ്യ തെരഞ്ഞെടുപ്പാണ്, വളരെ രാഷ്ട്രീയ. ഏതായാലും പ്രദേശങ്ങളിൽ വോട്ടെണ്ണാനുണ്ട്. ആ വോട്ടെണ്ണൽ കൂടി കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് 10,000-ന് മുകളിലുള്ള വോട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ആ വോട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും നിലമ്പൂരിലെ ജനങ്ങളോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന UDF ആണ്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ അവിടെ നേരിട്ടത്. അത് എല്ലാ ഘടകകക്ഷികളും നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ വിജയം കൈവരിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയാണ് മുമ്പോട്ട് പോയത്. ആ തയ്യാറെടുപ്പിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതനുസരിച്ച് കാര്യങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഈ അൻവർ എഫക്ട്, അൻവർ 10,000-ലധികം വോട്ട് പിടിച്ചു. അൻവറിനെ ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റില്ല. അൻവറിന് മുമ്പിൽ അടച്ച വാതിൽ വീണ്ടും തുറക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല. അത് UDF-മായി ചർച്ച ചെയ്തുകൊണ്ട് UDF-ലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നത്. പക്ഷേ അൻവർ പിടിച്ചിരിക്കുന്ന വോട്ട് 10,000-ലധികം വോട്ടുകളാണ്. UDF-ന്റെ വോട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവർ 2 പ്രാവശ്യം വിജയിച്ചു എന്ന് പറയുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അദ്ദേഹം വിജയം കൈവരിച്ചത്. അതല്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചല്ല വിജയം കൈവരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളത് വിലയിരുത്തൽ നടത്തിയാൽ മതി. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം 2 തവണ അവിടെ മത്സരിച്ച് വിജയം കൈവരിച്ചപ്പോഴും ആ വിജയം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റ് ആർക്കാണ്? പേരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കാണ് ക്രെഡിറ്റ്? ഇല്ല, അങ്ങനെ ഒരാൾക്കും അങ്ങനെ ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതല്ല. ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ UDF അവിടെ വിജയം കൈവരിച്ചിട്ടുള്ളത്. പുതിയ നേതൃത്വം കോൺഗ്രസ് ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ബൈ ഇലക്ഷൻ ആയിരുന്നു. അവിടെ ഇങ്ങനൊരു വിജയം അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കൊരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് കടന്നു വരികയാണ്. അതിന്റെ ഫൈനൽ ഒരു തീരുമാനത്തിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ, ഞങ്ങൾക്കും വിലയിരുത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതനുസരിച്ച് ഓരോ മേഖലകളിലും കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ PV അൻവർ പറഞ്ഞിരുന്നത് ആര്യാടൻ ഷൗക്കത്ത് 3-ാം സ്ഥാനത്ത്, താൻ 11-ാം നിയമസഭയിലേക്ക്, സ്വരാജ് 2-ാം സ്ഥാനത്താണ് PV അൻവർ ഇന്നലെ പറഞ്ഞിരുന്നത്. അത് അതേക്കുറിച്ച് PV അൻവറിന് മറുപടി പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ UDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് UDF ചെയ്ത കാര്യങ്ങളും UDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിജയം കൈവരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഒത്തുചേർന്നത്. തുടക്കം മുതൽ ചെയ്യാൻ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള ലീഡ് ഉയർത്താൻ UDF-ന് കഴിഞ്ഞു. അപ്പോൾ ലീഗ് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അല്ല, അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഞാനത് തന്നെ പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് UDF എന്നുള്ളതാണ് ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ലീഡ് നില നോക്കിക്കഴിഞ്ഞാൽ 7,000 കടന്നിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നില എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോഴും ആ ഒരു കുതിപ്പ് അങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ചുങ്കത്തറ എത്തിയപ്പോൾ പോലും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിയോളം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. 1,75,000-ഓളം വോട്ടുകൾ ഇത്തവണ പോൾ ചെയ്തപ്പോൾ അതിൽ പകുതിയോളം ഇപ്പോൾ വോട്ടുകൾ പൂർത്തിയായപ്പോഴാണ് ഈ ഒരു 7,000-ലധികം വോട്ടിന്റെ ലീഡുമായി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പ്രതീക്ഷ പോലെ 10,000-ലേക്കൊക്കെ ഭൂരിപക്ഷം അടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ടും 7,000-ലേക്ക് നിലയിലേക്ക് എത്തിയിരിക്കുന്നു. 7,000 വോട്ടിന്റെ ലീഡ്, 7,000 വോട്ടുകൾക്ക് 7,000-ഓളം വോട്ടുകൾക്ക് മുന്നിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോകുന്നു. ഇപ്പോൾ ആ ലീഡ് കുറയുന്നു, 6,829. പക്ഷേ അത് ആശ്വാസകരം തന്നെയാണ്. UDF-നെ സംബന്ധിച്ച് ഒട്ടും ആശങ്ക വേണ്ട. തിരിച്ച് വീണ്ടും 6,829 വോട്ടുകളുടെ ലീഡുമായിട്ടാണ് ഇപ്പോഴത്തെ മൊത്തം ലഭിച്ച വോട്ടുകൾ നോക്കുമ്പോൾ 43,906 വോട്ടുകളാണ്
ആര്യാടൻ ഷൗക്കത്ത് നേടിയത്. തൊട്ടുപുറമെ 37,077 വോട്ടുകൾ എം സ്വരാജ് നേടിയിട്ടുണ്ട്. 12,764 വോട്ടുകളാണ് PV അൻവർ നേടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും കൃത്യമായി വോട്ടുകൾ PV അൻവറിനുണ്ട്. ആ PV അൻവറിൻ്റെതായ വോട്ടുകൾ കൃത്യമായി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ടി സിദ്ദിഖ് പറഞ്ഞ പോലെ ചില അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലും ഇപ്പോ UDF കൺവീനർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അൻവർ മത്സരിച്ചത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. സ്വാഭാവികമായും ആ വോട്ടുകൾ പോവുക LDFൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പ്രധാനമായും UDF നേതാക്കൾ പറയുന്നത്. ഏതായാലും അത് ഇനി അന്തിമ കണക്കുകൾ വരുമ്പോഴാണ് നമുക്കത് അറിയാൻ കഴിയാതെ 12,764 വോട്ടുകളാണ് PV അൻവർ നേടുമ്പോൾ അവിടെ BJP ഇപ്പോൾ കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 5,000-ന് മുകളിലേക്ക് വോട്ടുകൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും 44,293 വോട്ടുകളാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടുന്നത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് 37,077 വോട്ട്